തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അങ്കണവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞാറ്റക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി കുട്ടികളുടെ കലാപരവും കായികപരവുമായ ശേഷികൾ വളർത്തുന്നതിനു വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 26 അങ്കണവാടികളിലെ 250 കുട്ടികൾ വ്യത്യസ്തമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല, വാർഡ് മെമ്പർ സുമന ജോഷി, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ KS, VO ജിൻസി, അങ്കണവാടി വർക്കേഴ്സ് പ്രതിനിധി ഷീജ AK, അങ്കണവാടി ഹെൽപ്പേഴ്സ് പ്രതിനിധി രേവമ്മ KB എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അങ്കണവാടി അധ്യാപകർ, ഹെൽപ്പർമാർ, രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സിനി K. ഇന്ന് നിങ്ങളുടെ പരിപാടി ഉണ്ട്. മഴ എങ്ങനെയായാലും എന്താ ചെയ്യുന്നത്, മഴ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു ഉറപ്പ് നിങ്ങളെ കൊണ്ടുണ്ട്. സാക്ഷികളുണ്ട്. അപ്പോൾ ആ ഉറപ്പ് ഇപ്പോൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ചൂട്. അതും സഹിക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ കുട്ടികൾ അപ്പോൾ അങ്ങനെ പേടിച്ചിട്ടാണ് ഈ കുട്ടികളെ അധികം നേരം ഇരുത്താൻ ഉദ്ദേശിച്ച. അതുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അതുപോലെ തന്നെ ഒരു വാർഡിൽ ഒരെണ്ണമെങ്കിലും എന്നുള്ള രീതിയിൽ 2 എണ്ണം എന്തായാലും ഇനിയും കൂടും. അപ്പോൾ നമ്മുടെ 26 അംഗൻവാടികളിലായി മൊത്തം 310 കുട്ടികളാണ്, കുരുന്നുകളാണ് നമ്മുടെ അംഗൻവാടികളിൽ ഇത് നിലവിലുള്ളത്. ഇന്ന് പരിപാടികൾക്കായി വന്നു വരുന്നത് 243 കുട്ടികളാണ്. നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ പങ്കെടുക്കാത്തതിന് തുടക്കക്കാരാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും പൂർണ്ണമായും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം വീട്ടിലുള്ള അവരുടെ പാട്ടും ഡാൻസും അത് സ്റ്റേജിൽ അരങ്ങേറുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് കാണാനുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയുണ്ട് അല്ലേ? നിങ്ങൾ പഠിപ്പിച്ച സ്റ്റെപ്പ് അതുപോലെ തന്നെ പഠിക്കില്ലേ? അംഗനവാടിയിൽ നിന്ന് പഠിപ്പിച്ചത് അതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ല രീതിയിലൂടെ എന്ത് ചെയ്യും, ഇവിടെ അവതരിപ്പിക്കും കുട്ടികൾ.
അപ്പൊ